ഇന്നലെ രണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മയക്കുമരുന്നിനെ സംബന്ധിച്ചാണ്. അതായത് ഒരു MDMA കൈവശം വെച്ചിരുന്ന ഒരാളെ, അതുകൊണ്ട് കഞ്ചാവുണ്ട്, രണ്ടും കൂടാ. അയാൾ ഒരു ഡീലറാണ്, വിൽപ്പനക്കാരനാണ്. അയാളെ പോലീസിനെ കണ്ടുടനെ ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാൾ ഇതങ്ങ് വിഴുങ്ങി. രണ്ട് പൊതികളും പ്ലാസ്റ്റിക്കിനകത്താണ്, അതങ്ങ് വിഴുങ്ങി. അപ്പോൾ ഇയാളെ പോലീസ് പിടിച്ചു. അപ്പോൾ ഇന്നലെ ആ വാർത്ത എന്ന് പറയുന്നത് ഇയാൾ മരിച്ചെന്ന് പറഞ്ഞാൽ ഈ MDMA പാക്കറ്റ് ഈ അകത്ത് ആമാശയത്തിനകത്ത് നിന്ന് കിടന്നിട്ട് അത് തുറന്ന് അതിൽ നിന്ന് MDMA രക്തത്തിലേക്ക് കലർന്നാണ് ഇയാൾ മരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ മുമ്പേ സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഇത് കണ്ടുപിടിച്ചു. ഇങ്ങനെ രണ്ട് പൊതികൾ, വെള്ളത്തരികൾ അടങ്ങിയേക്കുന്ന ഒരു പൊതിയും വേറൊരു പൊതിയും കണ്ടുപിടിച്ചു ഇതിനകത്തുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് റിമൂവ് ചെയ്യണം, നിർബന്ധമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇയാളുടെ പിതാവ് അവിടെ ഉണ്ട് കേട്ടോ. അത് ഒരു മുസ്ലിമാണ്, ഒന്നാമത് നോക്കേണ്ട കാര്യമാണ്. ഇയാളുടെ പിതാവുമുണ്ട്. അപ്പോൾ നോമ്പ് കാലമാണ്, എല്ലാവർക്കും നോമ്പാണ്. ആ സമയത്താണ് ഈ പണി. അപ്പോൾ ഇയാളുടെ പിതാവും ഇവനെ ഒരുപാട് നിർബന്ധിച്ചു സർജറി നടത്തണം എന്ന്. പക്ഷേ ഇവൻ സർജറിക്ക് തയ്യാറല്ല, വേണ്ട, അവനെ എതിർത്തു. അങ്ങനെ ഒരാളെ എതിർത്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, അവരൊന്നും ചെയ്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നമാകും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബോധമൊക്കെ പോയപ്പോൾ അവർ സർജറി നടത്താൻ തീരുമാനിച്ചു. പക്ഷേ സർജറിക്ക് മുമ്പ് തന്നെ ഇദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോൾ ഇത് ഒരു സംഭവം. രണ്ടാമത്തെ സംഭവം തിരുവല്ലയ്ക്ക് അടുത്താണ്. ഒരു പിതാവ്, അയാൾ ഈ വർഗത്തിൽപ്പെട്ട ആൾ എന്നാണ്. അയാളുടെ മകൻ്റെ LKG പഠിക്കുന്ന കുഞ്ഞിൻ്റെ ദേഹം മുഴുവൻ പ്ലാസ്റ്റർ വെച്ച് ഇത് ഒട്ടിച്ചു വെച്ചേക്കാണ്. MDMA പാക്കറ്റുകൾ ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് കുഞ്ഞിനെ ആരും പരിശോധിക്കത്തില്ലല്ലോ. ഇയാൾ എന്നിട്ട് അവനെ മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ ഈ കാറിനകത്തോ കൊണ്ടുപോകും, സ്കൂളിൽ കൊണ്ടുപോകും. അവിടെ ചെന്നാണ് വിദ്യാലയത്തിലുള്ള ആളുകൾക്ക് ഇത് വിതരണം ചെയ്യാൻ കൊണ്ടുപോവാണ്. ഏതായാലും അത് പിടികൂടി. ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, സാധാരണ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എല്ലാവരെയും കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഉപയോഗം നമുക്കുണ്ടാവും എപ്പോഴും. അങ്ങനെ ഒരു മരണം സൃഷ്ടിക്കുന്നത്, അതുകൊണ്ടാണല്ലോ ഈ കൊലക്കേസുകളെല്ലാം സർക്കാർ തന്നെ വാദിയാവുന്നത്. ഒരാൾ മരിച്ചു പോയാൽ, ഒരാളെ കൊല്ലപ്പെട്ടാൽ സമൂഹത്തിൽ അതുമൂലം ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ടാവും. അയാളെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളും പല നന്മകളും അയാളെ കൊണ്ട് ഉണ്ടായി വരും. അയാളുടെ ബന്ധുക്കൾക്ക് ആവശ്യം വരും, അയാളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യം വരും, നാടിന് ആവശ്യം വരും, പല വിധത്തിലുള്ള ആവശ്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. MDMA പാക്കറ്റ് വിഴുങ്ങിയവൻ്റെ കാര്യം, അയാളുടെ മരണം കൊണ്ട് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. സമൂഹത്തിന് ഒരു നഷ്ടവും അതുമൂലം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് കൊടിയ ലാഭമാണ് സമൂഹത്തിനുണ്ടാകുന്നത്. കാരണം ഒരു ഡീലർ ഇതിൻ്റെ ഒരുത്തൻ, അതായത് ഇത് കൊണ്ടുനടന്ന് അനേകം ആളുകളെ, അതായത് നൂറുകണക്കിന് ആളുകളെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന ഒരാൾ, അയാൾ മരിച്ചുപോയി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ആ മരണത്തിൽ ഒരു സങ്കടവും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം ഇയാൾ ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ പേരെ നശിപ്പിക്കുമായിരുന്നു. പക്ഷേ മരണം അയാളെ അങ്ങ് തട്ടിയെടുത്തു. അത് പോലീസുകാരൊന്നും ചെയ്തില്ല ഇയാളെ കേട്ടോ. പോലീസിനെ കണ്ടതും ഇവൻ ഇതങ്ങ് എടുത്ത് വിഴുങ്ങാണ്. വിഴുങ്ങി ഇതിൻ്റെ ആ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ആലോചിച്ചോളൂ. കൊല്ലുന്ന സാധനമല്ലേ എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. ഇത് ഡയറക്റ്റ് ആമാശയത്തിലേക്ക് അലിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ട് അത് ബ്ലഡിലേക്ക് കലർന്നു. ബ്ലഡിൽ ഇത് ഇങ്ങനെ ഈ രീതിയിൽ പെട്ടെന്ന് കലരാനിടയായാൽ അപ്പോഴും മരിച്ചു. ഇതൊക്കെ ആളുകൾ ഈ പൊടിയായിട്ടൊക്കെ, അതായത് ഇത് യഥാർത്ഥത്തിൽ ഈ കല്ലിൻ്റെ രൂപത്തിലാണ് ഇത് വരുന്നത്, ഈ MDMA എന്ന് പറയുന്ന സാധനം. എന്നിട്ട് അത് പൊടിക്കുക, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് നോക്കും. ചിലപ്പോൾ അത് ഗുളികയുടെ ഒരു വലിപ്പത്തിലായി ആളുകൾ വിഴുങ്ങാറുണ്ട്. അത് ചെയ്യും അങ്ങനെ വിഴുങ്ങിയാലേ ചിലവന്മാർ കേൾക്കുള്ളൂ. ബാക്കി പൊടിച്ച് പണിയെന്ന് പറയുന്നത് എന്താണെന്നറിയോ, നല്ല പൊടിയാക്കിയിട്ട് ഈ മൂക്കിലൂടെ വലിക്കും. ഈ മൂക്കിലൂടെ വലിക്കുന്നത് എന്താണെന്നറിയോ, അത് നമ്മുടെ ബ്ലഡിലേക്ക് കയറാനാണ്. നമ്മുടെ മൂക്കിനകത്തൂടെ പോകുമ്പോൾ നേരെ ലങ്സിൻ്റെ അങ്ങോട്ട് പോകും. എന്നിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ്
ഈ പൾമണറി ആർട്ടറിയിലേക്ക് അതിനകത്തോട്ടങ്ങ് കയറും. അപ്പം ഇത് വരാൻ വേണ്ടിയാണ് ഈ വലിക്കുന്നത്. ഈ വലിച്ചാലും ഏക്കാത്തവന്മാരുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഗുളിയാക്കി വിഴുകുന്നത്. അത് തിന്നണം, എന്നാലേ പറ്റുള്ളൂ. ഈ കഞ്ചാവൊക്കെ ആദ്യം ഈ കത്തിച്ച് വലിക്കുന്നവന്മാർക്കുണ്ടല്ലോ, കുറച്ച് നാളൊക്കെ അങ്ങോട്ട് കത്തിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ കഞ്ചാവ് പിന്നെ അതോടുകൂടി ഏൽക്കുകയല്ല. പിന്നെ ചെയ്യുന്ന പണി എന്താണെന്നറിയോ, ഈ കഞ്ചാവ് അങ്ങ് തിന്നും യവന്മാർ. അങ്ങനെ കഴിക്കുന്നവന്മാരുണ്ട് ഒരുപാട്. അപ്പം എന്നാലേ ഇത് എന്തെങ്കിലും ആവുള്ളൂ അവർക്ക്. അപ്പം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് ഇതെന്നുള്ളത് തിരിച്ചറിയട്ടെ. അതിന് പകരം ആരാ ഇതൊക്കെ തിരിച്ചറിയുന്നത്? ഇവനൊക്കെ ഇത് വിറ്റ് കാശാക്കാൻ നടക്കല്ലേ. ഒരു കച്ചവടക്കാരൻ ഏതായാലും ഒടുങ്ങി, അത് ശരിയായി. അവരെ കൊണ്ട് ഇനി ശല്യമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുള്ളൂ, അവൻ്റെ സ്വന്തം കുഞ്ഞിനെയാണ് ഇതിനുപയോഗിക്കുന്നത്. അവൻ മയക്കുമരുന്നിന് അഡിക്റ്റാണ്. അതുകൊണ്ടാണ് അവൻ്റെ ഭാര്യയെ കളഞ്ഞിട്ട് പോയി അവനെ. ഈ കുഞ്ഞിൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ആ സ്ത്രീ അങ്ങ് പോയി, ഈ കുഞ്ഞവൻ്റെ കയ്യിലാണ്. ഈ കുഞ്ഞിനെ അവനെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കാരണം എന്താ? ഈ കുഞ്ഞിനെ കാരിയറായിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. യവൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ നിർബന്ധമായിട്ട് മാറ്റണം പോലീസ്. മാറ്റിയിട്ട് ആ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു കെയർ ഹോമിൽ അതിനെ മാറ്റണം. ഒരു ജുവനൈൽ എന്നുള്ള പരിഗണനയിൽ ആ കുഞ്ഞിനെ മാറ്റണം. യവനോടൊപ്പം താമസിപ്പിച്ചാൽ യവൻ അതിനെ കാരിയറായിട്ട് ഉപയോഗിപ്പിക്കും. ഇനി അതിൻ്റെ ഏതൊക്കെ ഭാഗത്തെ ഇത് വെക്കുമെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഈ രീതിയിലാണ് ചെയ്യുന്നത് ഇവർ. ദേഹം മുഴുവൻ പ്ലാസ്റ്ററിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഇവൻ ഈ MDMA പാക്കറ്റുകൾ ഒട്ടിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തർക്കും ഇത് പറിച്ച് അവൻ വിൽക്കും. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനെയൊന്നും മനുഷ്യനല്ല, അവനൊന്നും സ്വന്തം കുഞ്ഞിനെ കൊണ്ടാണ് ഈ പണി ചെയ്യിപ്പിക്കുന്നത്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് ഇവൻ ചിന്തിക്കാറുണ്ടോ? ഇവൻ ആലോചിക്കുമോ? അവനത് പ്രശ്നമല്ല. കാരണം അവൻ ഈസ് ആൾറെഡി ആൻ അഡിക്റ്റ്. അവനൊരു അഡിക്റ്റാണ്. അവൻ ഈ സാധനം വേണം. അപ്പോൾ ബാക്കിയുള്ള ആൾക്ക് വിൽക്കുന്നതിൽ എന്താണ് എന്നുള്ളതാണ് അവൻ്റെ കാഴ്ചപ്പാട്. അവൻ്റെ ഭാര്യ കളഞ്ഞിട്ട് പോയി. കാരണം ഇവൻ ഇത്രയും അഡിക്റ്റ് ആയതുകൊണ്ടാണ്. കാരണം അത് പിന്നെ മനുഷ്യനല്ല, പെരുമാറ്റം ഇതല്ല, ശരിയല്ല. അത് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഹാലൂസിനേഷനാണ്. അവൻ കാണാത്ത കാര്യങ്ങൾ കാണും. ചിലത് അവൻ കാണുകയല്ല. നടക്കുന്ന കാര്യങ്ങൾ അവൻ കാണത്തില്ല. കാണാത്ത കാര്യങ്ങൾ അവൻ കാണും. കൽപ്പിച്ചു കൂട്ടി. അങ്ങനെയാണല്ലോ ഈ ഓരോരുത്തരെയൊക്കെ വെട്ടിക്കൊല്ലുന്നത്, അടിച്ചു കൊല്ലുന്നത്. ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഹാലൂസിനേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഈ MDMA എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഉറക്കത്തെ തന്നെ നശിപ്പിക്കും. ഇപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നവന്മാർ ഇതുമൊക്കെ അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ, അങ്ങ് തീർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു സ്വസ്ഥതയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. കാര്യം അടുത്ത തലമുറയെങ്കിലും ഒന്നും നന്നാകും. കാരണം ഇത് കണ്ടു പഠിക്കാൻ കുഞ്ഞുങ്ങൾ ഇത് കണ്ടു പഠിക്കാൻ ഇല്ലാതെ വരണം, ആളുകളില്ലാതെ വരണം. അതാണ് ഇനി വേണ്ടത്. ഇത് കുറെ കഴിയുമ്പോൾ എന്താ, ഇവന് ഭ്രാന്താവും. അതുകൂടാതെ ഇവൻ്റെ പല്ലുകളെല്ലാം പൊടിഞ്ഞു പോവും, മുഴുവൻ പല്ല്. ഇത് തിന്നുന്നവന്മാരുടെ വാ തുറന്നു നോക്കിയാൽ നമുക്കറിയാം. സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നവന്മാരെ നമുക്ക് അവരുടെ വാ ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി, കാണാം അവരുടെ പല്ലുകളുണ്ടല്ലോ പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതിൻ്റെ എന്തുമാത്രം എഫക്റ്റ് ശരീരത്തിലേക്ക് ഇതിൻ്റെ ഉണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയുള്ള റിയാക്ഷൻ ഇതാണ്. അവരുടെ ഓരോ എല്ലുകൾ പൊടിഞ്ഞു പോകും, നുറുങ്ങിപ്പോവും, പല്ലുകൾ പൊടിയുന്നു. അതുപോലല്ലേ എല്ലുകളും പൊടിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇവനെ എല്ലാം കൂടെ ഒരു മാംസ പിണ്ടമായിട്ട് മാറ്റി പൊതിഞ്ഞ് കെട്ടിയെടുക്കാം ഒരു സഞ്ചിക്കകത്ത്. ആ രീതിയിലാവും. അങ്ങനെ നമ്മളിനി അത് കാണേണ്ടതായിട്ട് വരും. അങ്ങനെ ആവാതിരിക്കട്ടെ. ആനുകാലിക സംഭവങ്ങൾ കണക്കിലെടുത്ത് ഇപ്പോൾ കേരള പോലീസും അതുപോലെ തന്നെ എക്സൈസും അവർ നടത്തുന്ന ശക്തമായ കോമ്പിംഗ് ഓപ്പറേഷൻസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ വിദ്യാലയങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, കോളേജുകളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, മറ്റ് പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ യവന്മാരെല്ലാം മാളത്തിലേക്ക് ഒന്ന് ചുരുങ്ങിയിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അതേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഇൻറ്റൻസിറ്റി അങ്ങ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, യവന്മാരിഞ്ഞ് വെളിയാകും വീണ്ടും. ഇപ്പോൾ അവർ കച്ചവടമൊക്കെ മരവിപ്പിച്ച് വെച്ചേക്കുക. കാരണം ഇപ്പോൾ അകത്താവുന്നുള്ള ഒരു ലക്ഷണം ഉള്ളതുകൊണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് യവന്മാർ കാത്തിരിക്കുകയാണ്. മാളത്തിലിരുന്നുകൊണ്ട് യവന്മാർ തന്നെ ഇത് കഴിച്ചോളും. നമ്മളൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഏതായാലും ഇതിനെതിരെ സമൂഹം ശക്തമായ നടപടികൾ എടുക്കണം. എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ ഇത് കച്ചവടം നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ജനങ്ങൾ തടയണം. അതാണ് ചെയ്യേണ്ടത്.